ഈ നോമ്പിന് കുറച്ച് മൊഹബത്തും കൂടെ ആയാൽ അങ്ങനെ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്ന മൊഹബത്ത് കാ സർബത്താണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ റമദാന് നമ്മളിത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ വേറൊരു സ്റ്റൈലിലാണ് റെഡിയാക്കുന്നത്. അങ്ങനെ തണ്ണിമത്തനെല്ലാം എടുത്ത് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് നമ്മളിത് കട്ട് ചെയ്തൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ നോമ്പും ഈ ചൂടും ഒക്കെ ആയിട്ട് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ഒരു ചിൽഡ് ആയിട്ടുള്ള മൊഹബത്ത് കാ സർബത്തും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അങ്ങനെ ഫുള്ള് ഞാൻ ആ ബൗളിലോട്ട് ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങുന്ന രീതിയിൽ നല്ല കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള പാല് നമ്മളൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മാത്രം റോസ് സിറപ്പ് അതിൽ യൂസ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇപ്പം തന്നെ കാണാൻ കുറച്ച് മൊഞ്ചായിട്ടൊക്കെ ഉണ്ടല്ലേ. അതിൻ്റെ മൊഞ്ച് കൂട്ടാൻ വേണ്ടി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തണ്ണിമത്തനും അതിൻ്റെ ജ്യൂസും കൂടെ നമ്മളിതിൽ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. എന്നിട്ട് ഇതിൻ്റെ മുഹബത്ത് കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതാ കസ്കസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു നോമ്പിന് നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് ആണ്. അപ്പോൾ ചിൽഡായിട്ട് ഐസ് ക്യൂബ്സും കൂടി ഇട്ടെടുത്താൽ പൊളിക്കും.